ഈ കുറച്ച് കാലമായിട്ട് ഒരുപാട് പേര് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പം ടോം ക്രൂസിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പുള്ളി പഴയ കാലത്തെ വലിയ സ്ക്രീനുകളിൽ ആണ് ഇവർ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ സ്റ്റുഡിയോസ് വലിയ സ്ക്രീനിൽ പുഷ് ചെയ്തത് കൊണ്ടുണ്ടായ കുറേ ഫോർമാറ്റ്സ് ഉണ്ട്. ഈ വിസ്റ്റാ വിഷൻ 70mm എന്നൊക്കെ പറഞ്ഞ് നമുക്കിന്ന് അത് തിരിച്ചറിയാൻ പറ്റും. നമ്മളിന്ന് ഒരു പെർട്ടിക്കുലർ വലിപ്പം ഈ പറയുന്ന സ്ക്രീനുകളെ കാണുന്നുണ്ട്. നമ്മൾ കാണുന്ന നമ്മൾ കൊച്ചിയിലുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഈ PXലും IMAXും ഒക്കെ. പക്ഷെ അതിലും വലിയ സ്ക്രീനുകൾ പഴയ കാലത്തുണ്ടായിരുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഫോർമാറ്റ്സ് മറ്റേ ബെൻഹറൊക്കെ അതിനുവേണ്ടി എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. നമുക്ക് ആ എക്സ്പീരിയൻസേ ഇല്ല. ഇന്ന് ഇപ്പം ഞാൻ ഈ സ്പൈഡർമാൻ കണ്ടിട്ട് ഒരു വലിയ സ്ക്രീനിൽ വലുതായി പടം കാണുമ്പം നമ്മുടെ എക്സ്പീരിയൻസിൽ ചേഞ്ചസ് ഉണ്ടാകും. ആ പടം എന്ത് തന്നെയാണേലും അത് നമുക്ക് IMAXിൽ പോയി കാണുമ്പോഴും പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. അത് അനുഭവം. അത് ഇനിയിപ്പോൾ ഈ പടം ഇപ്പോൾ ചെറിയ സ്ക്രീനിലോ OTTയിലോ TV-യിലോ മൊബൈലിലോ പോലും കാണുമ്പം നമുക്ക് നോർമൽ ഒരു തിയേറ്റർ സ്ക്രീനിൽ തന്നെ ഭയങ്കര വ്യത്യാസം മൊബൈലിൽ കാണുമ്പോൾ. പക്ഷേ അതിൻ്റെ മടങ്ങ് ഭയങ്കര ഹെവിയാണ്. ഈ IMAX എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നോർമൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു നോർമൽ സ്ക്രീനിൻ്റെ ഒരു 4 എണ്ണം വെക്കുന്ന സൈസാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സൈസിൽ നമ്മളൊരു പടം കാണുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ അത്രയും ഈ ക്ലോസപ്പ് ഷോട്ടുകൾ കാണുമ്പോൾ നമ്മളൊരാളെ ഭയങ്കര ജൈന്റിക് ആയിട്ടാണ് നമ്മൾ ആ പറഞ്ഞ് കേൾക്കുമ്പോൾ വലിയ സ്ക്രീനിൽ കാണും അങ്ങനെ വിചാരിക്കുന്നതല്ല. അത് നമ്മളെ അനുഭവത്തിൽ വരുമ്പം ഞാൻ ഈ സ്പൈഡർമാൻ കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഈ വലിയ സ്ക്രീനിൽ കാണണമെന്ന് ഇവരൊക്കെ ഈ പുഷ് ചെയ്യുന്നതിൻ്റെ കുട്ടൻസ് ഇതാണ്. ഇത് കാരണമാണ് ഇത് ഇത്ര പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ നോളനാണേലും ഈ പറയുന്ന ഒഡീസിയുടെ പ്രൊമോഷന് ഞങ്ങളുടെ കഥ ഇങ്ങനെയാണ് വളരെ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. IMAX ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത്. IMAXിൽ കാണണം. ലോകത്ത് 40-41 സ്ക്രീനുകളുള്ള ഒരു സാധനത്തിന് വേണ്ടിയാണ് ഈ പടത്തിന് എടുക്കുന്നത്. അപ്പോൾ ഈ വലിയ സ്ക്രീൻ സിനിമകൾ തിരിച്ച് പണ്ട് ഈ പറയുന്നത് ഇവർ ഈ പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊന്നു എന്ന് പറയുന്ന പോലെ ഇവർ ഈ സ്ക്രീനുകളെ മുറിച്ച് ചെറുതായി ചെറിയ കുറേ സ്ക്രീനുകളാക്കിയപ്പോഴത്തേക്ക് ഈ വലിയ സ്ക്രീൻ ഇൻവെന്റ് ചെയ്തവരുണ്ട്. ഈ സിനിമാസ്കോപ്പ് ഇതൊക്കെ ഇൻവെന്റ് ചെയ്തിട്ട് 4-5 പടം എടുത്തിട്ടുള്ളൂ. ഇത്രയും വലിയൊരു പണം മുടക്കി ഈ ടെക് ഉണ്ടാക്കിയിട്ട് അധികം പടം എടുത്തിട്ടില്ല. ഇപ്പോൾ IMAXിൽ പോലും ഒരു പടമേ ആയിട്ടുള്ളൂ. ഈ സിനിരമ എന്ന് പറഞ്ഞൊരു കുറേ ഫോർമാറ്റ്. അതായത് സിനിരമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെച്ചിലാണ്. സ്ട്രെച്ചിൽ എന്ന് വെച്ചാൽ 2 ക്യാമറ ഷൂട്ട് ചെയ്തത്. അതിനും അതിൻ്റെ നമ്മൾ ഇപ്പോഴതിൻ്റെ അങ്ങനത്തെ 1-2 പടത്തിൻ്റെ പ്രിന്റ് അവൈലബിൾ. നിങ്ങൾ ആ പടം എടുത്തിട്ട് കണ്ടോ. അത് നമ്മുടെ വീട്ടിൽ പ്രൊജക്ടർ ഉണ്ടെങ്കിൽ ഈ പ്രൊജക്ടർ എടുത്ത് അത് നിങ്ങൾ TV-യിലോ നമ്മുടെ ഇതിലോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഇത് നിങ്ങൾ പ്രൊജക്ടറിൽ മാക്സിമം വലിപ്പത്തിൽ കണ്ടാൽ നല്ല രസം. ഞാൻ അങ്ങനെ ഒരു പടം കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് എന്തായിരുന്നു, അതിൻ്റെ പേര് എന്തോ ഒരു വെസ്റ്റ് കൂട്ടിയൊരു പടമാണ്. ഞാൻ ആ സിനിമ കണ്ടു. സിനിമ ഭയങ്കര രസമൊന്നുമല്ല, പക്ഷെ അതിൻ്റെ വിഷ്വൽ ഭയങ്കര രസമാണ്. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഭയങ്കര വൈഡർ പെർസ്പെക്റ്റീവ് കാണാം. അത് 2 ക്യാമറ വെച്ച് അവർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു റേഞ്ച് അത് വന്നിങ്ങനെ കറക്റ്റായിട്ടൊരു പോയില്ല. അതിൻ്റെ ഭയങ്കര ഇൻവിസിബിളാണ് ഇതിൻ്റെ കട്ട്. അതായത് 2 എവിടെയാണ് ഇത് ജോയിൻ ആയിരിക്കുന്നത്. പക്ഷെ ഭയങ്കര രസമാണ്. സിനിരമ എന്നാണ് അതിൻ്റെ അത് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഫോർമാറ്റ് അല്ല. കാര്യം വെച്ചാൽ അത് അവർക്ക് ഒരുപാട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അത് പ്രൊജക്ട് ചെയ്യാനുള്ള സ്ക്രീനുകളില്ല. ഇന്ന് അതിൻ്റെ പലരും ആസ്പെക്ട് റേഷ്യോ ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അതായത് സിനിമയ്ക്ക് അപ്പുറം ഈ സിനിമയുടെ എക്സ്പീരിയൻസിന് ഒരു ഡിഫറൻസ് വരുത്താൻ കുറേ ഫോർമാറ്റ്സ് പണ്ട് ഇൻവെന്റ് ചെയ്തിട്ടുണ്ട് ഓരോ പടങ്ങൾ. ഇത് ഇങ്ങനെ കണ്ടാൽ പോരല്ലോ, ഇങ്ങനെ കാണണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നമുക്ക് ഇന്നത്തെ ഓഡിയൻസിന് എല്ലാം ഒരു സ്ക്രീനിൽ ഇവിടെ ഈ സിനിരമയുടെ ഒരു മോഡേൺ വേർഷനാണ് ഈ സ്ക്രീൻ എക്സ്. അതെ. അതായത് ഇപ്പോൾ ഈ സ്പൈഡർമാൻ അതും നമുക്ക് ഇന്ത്യയിലില്ലെന്ന് തോന്നുന്നു. ഉണ്ട്, മുംബൈയിലുണ്ട്. അപ്പോൾ ഇത് ഈ സ്ക്രീൻ എക്സ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലും ഈ സിനിമ അവൈലബിൾ ആണ്. അവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ. സ്ക്രീൻ എക്സിൻ്റെ പ്രത്യേകത സൈഡിലേക്ക് സ്ക്രീൻ എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീൻ അപ്പുറത്തേക്ക് ഈ സൈഡിലേക്ക് വിഷ്വൽ എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വിഷ്വൽ നമ്മൾ കണ്ടു. പക്ഷെ അത് നമുക്കൊരു തിയേറ്ററിൽ പോയി കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഡെഫിനറ്റ്ലി അത് ഒരു തവണ സംഭവം. അതായത് ഇന്ന് മോഡേൺ വേരിയേഷൻസ് എന്ന് പറയുന്നത് സ്ക്രീൻ ചെറുതാണ്. എനിക്ക് 4DX തന്നെ സ്ക്രീൻ വലുതായാൽ കുറെ കൂടെ ബെറ്റർ എക്സ്പീരിയൻസ്. നമ്മളിവിടെ ഉള്ള 4DXകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ആൻഡ് സൗണ്ട് മോശമായിരിക്കും. വെള്ളം വീഴും, അതൊക്കെ ഓക്കെ, അതിന്റെ എക്സ്പീരിയൻസ് വരെ ഓക്കെ. പക്ഷേ ഈ സ്ക്രീൻ വലുതാകുന്നതിന്റെ നമുക്ക് സിനിമയോടുള്ള അഭിപ്രായം അത് ഭയങ്കര ചേഞ്ച് ഉണ്ട്. നിങ്ങളൊരു ചെറിയ സ്ക്രീനിൽ കണ്ട പടം നിങ്ങളൊരു വലിയ സ്ക്രീനിൽ കണ്ടാൽ ഇപ്പം നമ്മൾ ബാഹുബലിയുടെ എപ്പിക് എന്ന് പറഞ്ഞ വേർഷൻ IMAXിൽ പോയി കണ്ടതാണ്. ബാഹുബലി IMAX കണ്ടു ഞാനത്. ആക്ച്വലി ബാഹുബലി 2 നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനല്ലേ, ഓടി1 പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേറെ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചും ഈ മറ്റേ എപ്പിക്ക് കാണാൻ പോകുമ്പോൾ നമ്മൾ 2 പടം കണ്ടതാണ്. പക്ഷെ നമ്മൾ ബാഹുബലി IMAXിൽ കാണുന്നത് അതിൻ്റെ ബിഗർ വേർഷൻ. ഏതാ
നമ്മൾ ഈ കണ്ട 2 പടത്തിനെ നമ്മൾ വലിയ സ്ക്രീനിൽ കാണുക, ഭയങ്കര വലിയ സ്ക്രീനിൽ. അപ്പോൾ അത് നല്ല രസമായിരുന്നു. അതിൻ്റെ എഡിറ്റും അതൊരു ഹൈലൈറ്റ്സ് പോലെ ആണെങ്കിലും നമുക്കത് വിഷ്വലി നമ്മൾ ആ വലിയ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു അത് നമ്മൾ കണ്ടിട്ടുള്ളത് കുറേ ഡീറ്റെയിൽസ് പുള്ളിക്ക് 2 കുരുണ്ടല്ലോ എന്ന് വരെ നമ്മൾ ഇത്രയും ഷാർപ്പായിരുന്നു എന്നൊക്കെ നമ്മൾ തോന്നുന്നു. അതങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതെ. ഇപ്പം എനിക്ക് എൻ്റെ ഈ പറഞ്ഞ പോലെ ഐമാക്സിൽ സിന്നേഴ്സ് ഫുൾ ഐമാക്സ് അല്ല, ഐമാക്സ് സീക്വൻസ് വരും, അത് ഭയങ്കര രസമാണ് ഐമാക്സ് സീക്വൻസ് വരുന്നതും. അതുപോലെ ഇത് ഐമാക്സിൽ കണ്ട പടം അവതാർ 2 കണ്ടായിരുന്നു നമ്മൾ. പിന്നെ ഏതായിരുന്നു, പിന്നെ ഐമാക്സിൽ കണ്ട പടം ഈ ബാഹുബലി എപ്പിക്ക് കണ്ടു. വളരെ കുറച്ച് അവതാർ 2 ഐമാക്സ് 3യിലായിരുന്നു കണ്ടത്. നീജയുടെ എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. അത് ഈ 3Dയും കൂടെ ആയതുകൊണ്ടാണ്. 3Dയും ഒരു മോഡേൺ ഫോർമാറ്റ് ആണല്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് രാമായണം കൺഫേം ആക്കി PXL അങ്ങനത്തെ അതിൻ്റെ എക്സ്പീരിയൻസ്. അതായത് ഇപ്പം രാമായണം നമുക്ക് 50% ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്ത പടവാട എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് ഫോർമാറ്റ് വൈസ് നിങ്ങളൊരു ചേഞ്ച് വരുത്താൻ നോക്കും. അതായത് ഒരു വലിയ സ്ക്രീൻ അതിൻ്റെ ഏറ്റവും ഫുള്ളസ്റ്റ് എക്സ്പീരിയൻസിൽ വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ പോകും. അതിപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും എടാ പടം കൊള്ളത്തില്ല, പിന്നെ അങ്ങനെ അല്ലാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ഉണ്ടാവും. അതെ, പടം നമുക്ക് ഒരു പക്ഷേ അറിയാം, പടം ഇത്രേ ഉള്ളൂ, പക്ഷേ ഈ പടത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്കാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കി. ഇനി തട്ട ഞാനിതിനെ വിലയിരുത്തും എന്നുള്ളതല്ലാതെ എനിക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ഒരുപാട് ഇത് അങ്ങനെയല്ല. ഇത് ഈ എക്സ്പീരിയൻസ് എൻ്റെ 2.5 മണിക്കൂർ എൻ്റെ ലൈഫിൻ്റെ 2.5 മണിക്കൂർ ബെസ്റ്റ് ആക്കണം. അതെ, അതിന് നിങ്ങൾ OTT കാണുന്നതിനേക്കാളും ഇതുപോലൊരു ബിഗർ സ്ക്രീനിൽ കാണുന്നിടത്താണ് അതിൻ്റെ എക്സ്പീരിയൻസ്. പടം മോശമാണെങ്കിലും നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഇത് മോശമാണ് എന്ന് തോന്നുന്നു അത്രയെങ്കിലും പറയാൻ പറ്റും. അതെ, ഈ എക്സ്പീരിയൻസ് വന്നായിരുന്നു, പടം പോരാ എന്ന് പറയാം.